ഇടഞ്ഞു നിൽക്കുന്ന കെ സുധാകരനെ അനുനയിപ്പിക്കാൻ നിർണായക നീക്കവുമായി കോൺഗ്രസ് നേതൃത്വം കേട്ടോ. ഇന്നലെ രാത്രി വൈകി 2 കോൺഗ്രസ് നേതാക്കൾ സുധാകരനെ സന്ദർശിച്ച് ചർച്ച നടത്തി. പരസ്യ പ്രതികരണം ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. പഠിച്ച പണി 18 നോക്കുന്നുണ്ട് അനുനയിപ്പിക്കാൻ, പക്ഷേ കക്ഷി ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. ഇനി ഈ അനുനയ ശ്രമങ്ങളിൽ എന്ത് ആയിരിക്കും ഇനി എടുത്തു പയറ്റേണ്ട വജ്രായുധം എന്നാണ് കരുതുന്നത്? ഈ സന്ദർശിച്ച ആൾക്കാരുടെ പേര് വെളിപ്പെടുത്താൻ പ്രായോഗികമായി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? മോത്തി, ഇന്നലെ രാത്രി വൈകിയാണ് സുധാകരന്റെ ഡൽഹിയിലെ ഔദ്യോഗിക ഫ്ളാറ്റായ ഗോദാവരിയുടെ ഫ്ളാറ്റിൽ ഈ കൂടിക്കാഴ്ച നടത്തിരുന്നത്. ഈ കൂടിക്കാഴ്ച ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ടു നിന്നിരുന്നു. ഇന്നലെ കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്ന 2 നേതാക്കളാണ് ഈ സുധാകരനെ ആ മീറ്റിംഗിന് ശേഷം, അതായത് മീറ്റിംഗിന്റെ ഇടവേളകളിൽ അദ്ദേഹത്തെ പോയി കണ്ട് സന്ദർശിച്ച ഈ കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. സുധാകരനോട് കടുത്ത നടപടികളിലേക്ക് കടക്കരുതെന്ന് എന്ന ഒരു ആവശ്യമായിരുന്നു ഈ നേതാക്കൾ മുന്നോട്ട് വെച്ചിരുന്നത്. ഇതിൽ ഒരു ലോക്സഭാ അംഗവും അതുപോലെ തന്നെ KPCCയിലെ ഒരു മുതിർന്ന ഭാരവാഹിയുമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ പേര് പറയാത്തത് ഈ 2 പേരെ ഞാൻ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. അവരുടെ ഭാഗത്ത് നിന്ന് ഒരു കൺഫർമേഷൻ, അതായത് ഈ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് അവരുടെ ഒരു ഭാഗം കൂടി കേട്ടതിന് ശേഷം ഈ പേരുകൾ പുറത്തുവിട്ടാൽ മതി എന്ന അതായിരിക്കും ശരിയെന്നതായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ പേരുകൾ പുറത്തുവിടാത്തത്. പക്ഷേ ഒരു ലോക്സഭാ അംഗവും അതുപോലെ തന്നെ ഒരു KPCC ഭാരവാഹിയുമാണ് ഈ കൂടിക്കാഴ്ചയ്ക്കായി സുധാകരന്റെ അടുത്തെത്തിയത്. KC വേണുഗോപാലിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഒരു നേതാവ് ആണ് ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഈ കൂടിക്കാഴ്ച നടന്നിരുന്നുവെന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം. പക്ഷേ ആ നേതാക്കളുടെ ഭാഗം കൂടി കേൾക്കേണ്ടതായുണ്ട്. അതുകൊണ്ടാണ് അവരുടെ വിവരങ്ങൾ ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്യാത്തത്. ഈ കൂടിക്കാഴ്ചയിൽ K സുധാകരനോട് കടുത്ത നടപടികളിലേക്ക് പോകരുത്, ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനായി കാത്തിരിക്കണമെന്നായിരുന്നു ഇവർ ആവശ്യപ്പെട്ടത്. കാരണം ഇന്നലെ വൈകിട്ട് ഒരു 8:30 മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടതായിരുന്നു ഈ K സുധാകരൻ എന്ന മാധ്യമങ്ങളെ ഡൽഹിയിൽ കാണുമെന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ സുധാകരനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും ഈ മാധ്യമങ്ങളെ സുധാകരൻ കാണുമെന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച ഡൽഹിയിൽ നടന്നിരുന്നത്. ഈ കൂടിക്കാഴ്ച ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ടു നിന്നിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ സുധാകരന് മുമ്പാകെ ഇവർ വച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കടുത്ത നടപടികളിലേക്ക് കടക്കരുത്, സുധാകരൻ പരസ്യ പ്രതികരണം ഇപ്പോൾ നടത്തരുത്, സുധാകരന്റെ കാര്യം ഹൈക്കമാൻഡ് ചർച്ച ചെയ്യും, അതുവരെ ആ തീരുമാനം വരെ കാത്തിരിക്കണമെന്നൊരു ആവശ്യമായിരുന്നു മുന്നോട്ട് വച്ചിരുന്നത്. സുധാകരന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന പ്രതികരണം അദ്ദേഹം കാത്തിരുന്ന് കാണുകയാണ്. പക്ഷേ അദ്ദേഹം ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന സൂചന ഈ നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. ഇന്നലെ രാവിലെ മാതൃഭൂമിയോട് പറഞ്ഞപ്പോൾ തന്നെ, മാതൃഭൂമി ന്യൂസിനോട് അദ്ദേഹം സംസാരിക്കുമ്പോൾ തന്നെ ഇതിൽ അതായത് തന്നെ ചർച്ചയ്ക്ക് ആരും വിളിച്ചിട്ടില്ല, അതിലുള്ള അതൃപ്തി അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. അതേ അതൃപ്തി ഈ നേതാക്കളോടും അദ്ദേഹം പറഞ്ഞിരുന്നു. സുധാകരനെ സംബന്ധിച്ച് വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ഈ നേതാക്കളോട് പങ്കുവച്ചതായാണ് ലഭിക്കുന്ന വിവരം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സുധാകരൻ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മറ്റ് ചില മണ്ഡലങ്ങൾ, അതായത് കണ്ണൂർ ഒഴികെയുള്ള മറ്റ് ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളായി പരിഗണിക്കേണ്ട ചില പേരുകൾ ഈ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾക്ക് നൽകിയിരുന്നു. പക്ഷേ ഇതുവരെ പുറത്തു വന്ന പട്ടികയിൽ ആ പേരുകൾ ഒന്നും തന്നെ ഇല്ല. അതിലുള്ള അതൃപ്തിയും സുധാകരൻ ഈ നേതാക്കളെ അറിയിച്ചതായാണ് സൂചന. പക്ഷേ സുധാകരൻ കാത്തിരിക്കുകയാണ്. ഈ നേതാക്കളെത്തി അദ്ദേഹവുമായി സംസാരിച്ച പശ്ചാത്തലത്തിലാണ് ഈ സുധാകരൻ വാർത്താ സമ്മേളനം സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ ഒരു അറിയിപ്പ്, അതായത് ഇന്ന് രാവിലെ വാർത്താ സമ്മേളനം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അത് സംബന്ധിച്ചൊരു ഔദ്യോഗിക അറിയിപ്പ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നുണ്ടാകാത്തത് ഈ നേതാക്കൾ നടത്തിയ സന്ദർശനത്തിന് ശേഷമുണ്ടായ ഡെവലപ്മെന്റ്സിന്റെ പശ്ചാത്തലത്തിലാണ്. സുധാകരനെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് KC വേണുഗോപാലിന്റെ അതിവിശ്വസ്തനായ നേതാവും അദ്ദേഹത്തോടൊപ്പം ഒരു ലോക്സഭാ MPയും ഈ സുധാകരനുമായി ഏതാണ്ട് അരമണിക്കൂറോളം ഇന്നലെ രാത്രി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയത്. മൂത്തി.